ഹായ്, മെല്ലോ സ്പേസ് എന്ന മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഞാനൊരു ചെറിയ ക്ലിപ്പ് കാണിക്കാം. ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് ഒരു ഡോക്ടറുടെ. അതൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് വരാം. ശ്രമിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഡൗട്ടുകൾ ചോദിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിനിയായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ 10th കഴിഞ്ഞ് ഫുൾ എ പ്ലസ് ഒക്കെ കിട്ടി ഞാൻ എന്റെ വിജയത്തിന്റെ പാരമ്യത്തിൽ നിൽക്കുന്ന സമയത്ത് എന്നെ ഒരു തൃശ്ശൂരത്തെ പ്രമുഖ എൻട്രൻസ് ക്രാഷ് കോഴ്സിന് കൊണ്ട് ചേർത്തി. എൻട്രൻസിന്റെ പേരോ കഥയിലെ കഥാപാത്രങ്ങളുടെ നാമങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എന്റെ ഒരു ജെനുവിൻ ഡൗട്ട് ഒരു സാറിനോട്, ഒരു ബയോളജി സാറിനോട് ഞാൻ ഇങ്ങനെ ചോദിച്ചൊന്നുമില്ല. ലൈക്ക് നമ്മുടെ ഐസോട്ടോണിക് സൊല്യൂഷൻസിനെ കുറിച്ചൊക്കെയുള്ള ഒരു ബന്ധപ്പെടുത്തിയ ഒരു ഡൗട്ടാണ്. പുള്ളി അതൊരു ലോഫിംഗ് സ്റ്റോക്ക് ആക്കി ക്ലാസ്സിൽ മൊത്തം ചിരിച്ചു. ഇത് എന്തൊട്ട് ഡൗട്ട് ചെയ്ത്, ദിസ് ഇസ് വെരി സില്ലി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അന്ന് ആ ക്ലാസ്സിൽ പൂനെന്ന് 2 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ചിരിച്ചു. പക്ഷെ എനിക്കത് വളരെയധികം ഹർട്ടായി. അതിനുശേഷം ഞാൻ പിന്നെ ഒരു 5 കൊല്ലത്തോളം ഞാൻ ഡൗട്ട് പിന്നെ ചോദിച്ചു തുടങ്ങിയത് എന്റെ BDS ഫൈനൽ ഇയർ കാലഘട്ടത്തിലാണ്. അതുവരെയും ഡൗട്ട് ഒന്നും ചോദിക്കാതെയായി. വീഡിയോ എല്ലാവരും കണ്ടല്ലോ. എന്താ നിങ്ങൾക്ക് തോന്നിയത്? 16-18 വയസ്സിനിടയിൽ ഡോക്ടർക്ക് സംഭവിച്ചൊരു ഒരു ഇൻസ്റ്റൻസ് ആണത്, ഒരു എക്സ്പീരിയൻസ്. എന്നിട്ട് ആ ഡോക്ടർ എൻട്രൻസ് കോച്ചിങ്ങിന് പോയപ്പോൾ ഒരു ടീച്ചർ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഒരു ഡൗട്ട് ചോദിച്ചതിന് കളിയാക്കി. എല്ലാവരും ചിരിച്ചു. ആ കുട്ടിയായിരുന്ന ഡോക്ടറുടെ മനസ്സിൽ അതൊരു ഹേർട്ടായിട്ട് കിടന്നു, ഒരു ട്രോമയായി മാറി. 5 വർഷക്കാലം അവർ ആ ട്രോമയിൽ നിന്ന് പുറത്തു കിടക്കാൻ ശ്രമിച്ചു. പക്ഷെ പറ്റിയില്ല. അല്ലെങ്കിൽ പുറത്തു കിടക്കാൻ ആരും ശ്രമിച്ചില്ലെന്ന് തന്നെ പറയാം. ആ ട്രോമ കാരണം അവർ ഒതുങ്ങിക്കൂടി. അവരുടെ കരിയറിൽ പോലും അത് അഫക്റ്റ് ചെയ്തു. 5ാമത്തെ വർഷം ചില ടീച്ചേഴ്സൊക്കെയാണ് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. അവരത് കൃത്യമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ ഫുൾ ലെങ്ത് നിങ്ങൾ കാണാം. അതിൽ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, നമ്മളീ പലരും മുതിർന്ന ആൾക്കാർ പലതും എക്സ്പ്രസ് ചെയ്യാനായിട്ട് മടിക്കുന്നത്, അല്ലെങ്കിൽ പൊതുവേദിയിൽ സംസാരിക്കാൻ മടിക്കുന്നത് ഒക്കെ ഈ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ്. കാരണം ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മുടെ ബ്രെയിൻ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നത്, ഇനി ഞാൻ ഇങ്ങനൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്താൽ, ഞാൻ ചോദിക്കുന്ന സംശയം സില്ലി ആയാൽ ആൾക്കാരെന്നെ ജഡ്ജ് ചെയ്യും, ആൾക്കാരെന്നെ കളിയാക്കും. ഒരു ത്രെറ്റാണ് അവിടെ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഒതുങ്ങിക്കൂടും. ഇതിനെയൊക്കെ ഓവർകം ചെയ്ത് വരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എല്ലാവർക്കും ഇത് സാധിക്കില്ല. നോട്ട് എവ്രി വൺ ഈസ് എ ലൈക്ക്. അപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു ട്രോമയിൽ കൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് പുറത്തേക്ക് വരാൻ. ഒരു നല്ല സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക. അതൊരു ഫ്രണ്ട് ആവട്ടെ, ഒരു ടീച്ചർ ആവട്ടെ, അല്ലെങ്കിൽ കുറച്ച് നല്ല മോട്ടിവേറ്റിംഗ് ഒരു തെറാപ്പിസ്റ്റ് ആവട്ടെ, ആരെങ്കിലും ആവട്ടെ, ഒരു നല്ല സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക. ഇതിൽ നിന്ന് പുറത്തു വരിക. ബിക്കോസ് ഇപ്പം നിങ്ങളൊരു അഡൾട്ടാണ്. യു നോ ദാറ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, ഒരു ഡൗട്ട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ക്യൂരിയോസിറ്റിയുടെ സിമ്പിളാണ്, കോൺഫിഡൻസ് കാണിക്കുന്നതാണ്, അല്ലാതെ നിങ്ങളുടെ സ്റ്റുപ്പിഡിറ്റിയുടെ അല്ല. ഒരാളോ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലെ 50 സ്റ്റുഡൻസോ തകർക്കാൻ പറ്റുന്നതല്ല നിങ്ങളുടെ കരിയറോ അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് എസ്റ്റീമോ. ആ ഒരു കോൺഫിഡൻസ് മനസ്സിൽ വയ്ക്കുക. ഹീൽ, ഫോർഗീവ് ദം ആൻഡ് ഹീൽ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.